പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 9ാം ക്ലാസ് അറബിക്ക് വാർഷിക പരീക്ഷ 2024-25 വർഷത്തെ ചോദ്യപേപ്പറും അതിൻ്റെ ഡീറ്റെയിൽ ആയുള്ള ആൻസർ കീയുമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ഈ ചാനൽ ആദ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കാം. ഒപ്പം നിങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെടുന്ന സ്കൂൾ അറബിക് ഗൈഡ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനും മറക്കാതിരിക്കും. ഓക്കെ, ഒന്നാമത്തെ പ്രവർത്തനം ഇഖ്റഉൽ ഫിഖറ വ അജിബ് ഹസബൽ ഇർഷാദാത്ത്. പാരഗ്രാഫ് വായിക്കുക, നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഉത്തരം നൽകുക. റജഅത്ത് സൈനബ് ഇലാ ബൈത്തിഹ. സൈനബ് തൻ്റെ വീട്ടിലേക്ക് പോയി. വഹിയ തബ്കി ഹസീന. അവൾ ദുഃഖം കൊണ്ട് കരയുകയായിരുന്നു. ലി അന്നഹ ലാ തസ്തതിഉ അൻ തുഫാരിക സ്വദീഖതഹ. കാരണം അവളുടെ കൂട്ടുകാരിയെ അവൾക്ക് വിട പറയാൻ പറ്റില്ല. അൽ അസീസ, പ്രിയപ്പെട്ട. ലാഹ ലഹൽ വാലിദ്, വാപ്പ അത് ശ്രദ്ധിച്ചു. വഖാല, പറഞ്ഞുണ്ട്. മാ ബിക യാ ബുനയ്യത്തി, എന്ത് പറ്റി മകളെ? ഫഖാലത്ത്, അപ്പോൾ അവൾ പറഞ്ഞു. സ്വദീഖത്തി കാജൽ, എൻ്റെ കൂട്ടുകാരി കാജൽ. തർഹലു ഇലാ വിലായത്തിഹ, എൻ്റെ ഗദൻ, നാളെ എന്താണ്, നാളെ അവിടെ പോവും, അവളുടെ നാട്ടിലേക്ക്, വിലായത്ത്, അവളുടെ സംസ്ഥാനത്തേക്ക് പോകും. ലി അന്നഹു ഉഗലിക മസ്നഉ വാലിദിഹ, കാരണം അവളുടെ വാപ്പയുടെ ഹോട്ടൽ അല്ല ഫാക്ടറി പൂട്ടി. വഫഖദ അമലഹു, ജോലി നഷ്ടപ്പെട്ടു. അപ്പോൾ ചോദ്യം, മാ മുഫ്രദു മസാനി. മസാനി എന്നതിൻ്റെ മുഫ്രദ് എന്താണ്? മസ്ന അല്ലേ, അതവിടെ കിടക്കുന്നുണ്ട്, മസ്ന. പിന്നെ രണ്ടാമത്തെ കലിമത്തും ബി മാന തുസാഫിറു. തുസാഫിറു, യാത്ര ചെയ്യുന്നു എന്നർത്ഥമുള്ള പദമേത്? തർഹലു, കണ്ടില്ലേ? പിന്നെ ലിദ്, മസ്റൂറ. മസ്റൂറത്തുൻ എന്ന വാക്കിൻ്റെ ലിദ് എന്താണ്? മസ്റൂറത്ത്, സന്തോഷം, സന്തോഷവതി. അപ്പോൾ ദുഃഖിത എന്നുള്ളതിന് ഹസീന ഇവിടെ കിടക്കുന്നുണ്ട്. 4 മാലി യഫ്ഖിദു. യഫ്ഖിദു എന്നതിൻ്റെ മാലി എന്താണ്? ഫഖദ. ഇതവിടെയുണ്ട്, ഫഖദ. ഇലാ അയിന തർഹലു കാജൽ. കാജൽ എവിടേക്കാണ് പോകുന്നത്? തർഹലു ഇലാ വിലായത്തിഹ എന്ന് ഉത്തരം കൊടുക്കണം. ലിമ ഫഖദ വാലിദു കാജൽ അമലഹു. എന്തുകൊണ്ടാണ് കാജലിൻ്റെ വാപ്പാക്ക് ജോലി നഷ്ടപ്പെട്ടത്? എന്തുകൊണ്ടാണ്? ഉഗലിക്ക മസ്നഉ വാലിദിഹ വ ഫഖദ അമലഹു എന്നാണ് ഉത്തരം കൊടുക്കേണ്ടത്. അല്ലേ? എല്ലാവർക്കും മാർക്ക് കിട്ടിയില്ലേ? ഇതിന് കിട്ടിയതിൻ്റെ മാർക്ക് നിങ്ങൾ കമൻ്റായി ചെയ്യണം കേട്ടോ. അടുത്തത് അക്മിൽ, പൂർത്തിയാക്കാനാണ്. ലൻ ഡാഷ് അൽ കസ്ലാൻ. ലൻ ഡാഷ് അൽ കസ്ലാൻ. ലൻ വന്നു കഴിഞ്ഞാൽ യഫൂസു എന്നാണോ, യഫൂസ എന്നാണോ, യഫൂസ് എന്നാണോ? യഫൂസ. ലൻ വന്നാൽ അത് അതിൻ്റെ പിന്നെ വരുന്ന മുലാരിയായ ഫീലിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് ഫതഹ് കൊടുക്കണം. അറാദൽ മുഅല്ലിം, ടീച്ചർ ഉദ്ദേശിച്ചു. യർജി അ, അല്ലേ? യർജി ആ എന്ന് കൊടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അൻ വന്നാലാണ് യർജി ആ എന്ന് പറയുകയുള്ളൂ. അൻ, അമ്മിൻ. അപ്പോൾ ഇതിൽ ഈ അൻ എന്നതാണ് കൊടുക്കേണ്ടത്. അക്മിലൽ ജുമല കമാഫിൽ മിസാൽ. ഉദാഹരണത്തിലുള്ളതുപോലെ പൂരിപ്പിക്കാൻ. നാമത്തിഫുലു ഹാദി അൻ. കുട്ടി ഹദയുടെ ഹാല് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഹാദി അൻ. ഹദ എന്തായി മാറി? ഹാദി എന്നായി മാറി. അപ്പോൾ ഇവിടെ റക്കിബ എന്താകും? റജ അൽ വലതു, കുട്ടി മടങ്ങി. റക്കിബ റാക്കിബൻ. നല്ല വരിക, റാക്കിബൻ. പിന്നെ കാലത്തിൽ ഉമ്മ പറഞ്ഞു. ഗലിബത്ത്. ഗലിബത്ത് എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ടു എന്നാണ്. അപ്പോൾ ദേഷ്യപ്പെടുന്നവളായി. ഗാലിബത്തൻ. ഗാലിബൻ എന്നല്ല, ഗാലിബത്തൻ എന്ന് കൊടുക്കണം. ഇത് കണ്ടില്ലേ? റാക്കിബൻ ഗാലിബത്തൻ എന്ന് കൊടുക്കാം. ഓക്കെ, അടുത്തത് ഇഖ്തർ മിനൽ അബിയാത്തി മാ യുവാഫിഖു മാനൽ ജുമലൽ ആത്തിയ. ഇവിടെ താഴെയുള്ള പദ്യത്തിന് അനുയോജ്യമായ താഴെയുള്ള സെൻറ്റൻസിന് അനുയോജ്യമായ പദ്യം തിരഞ്ഞെടുക്കുക. നദ്ഫൗ ഫവാത്തീറൽ മാ. നമ്മൾ ബില്ലിൻ്റെ വെള്ളത്തിൻ്റെ ബില്ല് കെട്ടുന്നു. വഫി ജാനിബിന ഉനാസുൻ. നമുക്ക് ചുറ്റും കുറച്ച് ആളുകളുണ്ട്. ലാ യജ്ദൂന ഖത്രത്ത മാ. അവർക്കെന്താണ്? ഒരു തുള്ളി വെള്ളം കിട്ടുന്നില്ല. അപ്പോൾ വാൻത തുഅദ്ദു ഫുതൂറക ഫക്കിർ ബിഗൈരിക് ലാ തൻസ ഖൂത്തൽ ഹമാം. ഇതാണോ? അല്ല. വാൻത തഖൂലു ഹുറൂബക ഫക്കിർ ബിഗൈരിക് ലാ തൻസ മൻ യത്ലുബൂന സലാം. ഇതുമല്ല. കാരണം സമാധാനം ആഗ്രഹിക്കുന്ന ആളുകളെ നീ മറന്നു പോരുന്നതാണ്. പിന്നെ എവിടെയോ? വ അൻത തുസദ്ദിദ് ഫാത്തൂറത്തൽ മാ. നീ വെള്ളത്തിൻ്റെ ബില്ല് കെട്ടുന്നു. ഫക്കിർ ഗൈരിക്, മറ്റുള്ളവരെ കുറിച്ച് ആലോചിക്കണം എന്നാണ്. മൻ യർലഊനൽ ഗമാം, മേഘം കുടിക്കുന്നവർ കേട്ടോ. അപ്പോൾ ഇതാണ് ഈ മൂന്നാമത്തെ ബൈത്താണ് നിങ്ങൾ ഇതിൻ്റെ ഉത്തരമായി ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തത് 10ാമത്തെ അജിബൻ സിത്തത്ത്. 6 അക്മിൽ. ഉൻലുർ. എന്താ വരിക? ഉൻലുർ, നീ നോക്ക് എന്നാണ്. 2 പേരോട് പറയണം. ഉൻലുറാ
ഉൻലുറു. ഇവിടെ ഇദ്ഹബ എന്നാണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇദ്ഹബ്, ഇദ്ഹബ, ഇദ്ഹബു. ഉക്തുബ്, ഉക്തുബ, ഉക്തുബു. തഹദ്ദസ്, തഹദ്ദസ, തഹദ്ദസു എന്ന് വരും അല്ലേ? ഇതുപോലെ 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 കൊടുക്കണം. അടുത്ത ചോദ്യം, ഇഖ്റയിൽ ജുമല വാഹിദ് മിൻഹ മുൽസഖൻ അൻ ഹിമായത്തിൽ മിയാ. വെള്ളത്തിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് ഒരു പോസ്റ്റർ തയ്യാറാക്കണം. അൽ മാ ഉ, അപ്പോൾ അസാസുൽ ഹയാത്സ്, വെള്ളം ജീവിതത്തിൻ്റെ ബേസാണ്. വഹുവ ലറൂരിയൻ ലിൽ ഹയവാനാത്തി വന്നിബാത്താത്ത്, ചെടികൾക്കും മൃഗങ്ങൾക്കും അത് അനിവാര്യമാണ്. ഹിമായത്തുൽ മിയാഹി ലാസിമത്തുൻ ലി ഹിമായത്തിൽ ബി ആ, വെള്ളം സംരക്ഷിക്കുന്നത് പ്രകൃതി സംരക്ഷിക്കുന്നതിന് അനിവാര്യമാണ്. ഖില്ലത്തുൽ മിയാഹ് മുഷ്കിലത്തുൻ കബീറ, വെള്ളത്തിൻ്റെ കുറവ് വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇത് വെച്ച് ഇതിലെ വാചകങ്ങൾ ഉപയോഗിച്ച് ഒരു പെട്ടിയിൽ വെള്ളത്തിൻ്റെ ചിത്രം വരച്ച് ഇതിലെ കുറച്ച് വാചകങ്ങൾ എഴുതി പൂർത്തിയാക്കിയാൽ മതി. അതാണ് അതിൻ്റെ ഉത്തരമായി വരിക. ഓക്കെ, ഇതുണ്ടോ? ഇതുപോലെ ഒരെണ്ണം തയ്യാറാക്കാം കേട്ടോ. വെള്ളത്തിന് ചിത്രമൊക്കെ വരയ്ക്കണം. അടുത്ത ചോദ്യം, സിൽ ബിൽ മുനാസിബ്, മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അദ്ദീഖ്, ദീക്കിൻ്റെ സൗത്ത് എങ്ങനെയാണ്? ദീക്കിൻ്റെ സൗത്ത് നമ്മൾ ദീക്കിനെ ഇതിലേക്ക് എഴുതും യസീഹു, കൂവുന്നു. അൽ കൽബു, കൽബ് എന്ത് ചെയ്യുന്നു? എൻബഹു, അപ്പോൾ എൻബഹുവിലേക്ക് വരയ്ക്കണം. ഖിത്ത്, ഖിത്ത് എന്ന് വെച്ചാൽ പൂച്ച, പൂച്ച കരയുന്നു എന്നുള്ളതിന് യമൂ ആണ് വരിക കേട്ടോ. അടുത്ത് വസരൽ ജുന്തിയുലൽ ബൈറ്റ്സ്, നമ്മുടെ സൈനികൻ വീട്ടിലെത്തി. മസാദ് ആലിക്കലു, അന്നേ ദിവസം വൈകിട്ട് ജാ ഇലൈഹി സ്വദീഖുഹു ലി സിയാറത്തിഹി, അദ്ദേഹത്തെ സന്ദർശിക്കാൻ ആര് വന്നു? അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ വന്നു. അഇദ്ദൽ ഹിവാറ ബൈനഹുമാ മിനൽ ഖയാൽ, അദ്ദേഹവുമായി എന്തായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക എന്ന് ഭാവനയിൽ കണ്ടെത്താനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ എഴുതാം? അപ്പോൾ നമുക്ക് ഹിവാർ ഇതെങ്ങനെ കൊടുക്കാം? സബാഹൽ ഖൈർ, സബാഹൻ നൂർ, സദീഖ് വന്ന് അഹ്ലൻ യാ ബത്ത്, സദീഖ് അൽ ബത്തൽ, ധീരനായ കൂട്ടുകാരെ സ്വാഗതം. യസുറുന ഖുദോമുഖ്, നിങ്ങൾ വന്നതിൽ സന്തോഷമുണ്ട്. അനായിലും മസ്റൂറും ബിക്കല, നിങ്ങൾ വന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കൈഫക്കാന തജ്രിബത്തുൽ ഹർബ്, യുദ്ധത്തിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? അപ്പോൾ ജുന്തി പറയുന്നത് തജ്രിബത്തുൻ ഷാഖ ജിദ്ദൻ, തീർച്ചയായും വളരെ മോശം അല്ലെങ്കിൽ പ്രയാസകരമായ അനുഭവമാണ്. അൽ മനാദുൽ മൂലിമ ലം തഗ്റുബ് മിൻ ഐനി വ ഖൽബി ഹത്തൽ ഹാൻ, എന്താണ് വേദനാജനകമായ കാഴ്ചകൾ എൻ്റെ കണ്ണിൽ നിന്ന് ഇപ്പോഴും മറഞ്ഞിട്ടില്ല. അപ്പോൾ ഹൽ തജറഹ്ത ഫിൽ ഹർബ്, യുദ്ധത്തിൽ പരിക്കുണ്ടായോ? ഇപ്പോൾ ജുരുഹ്ത് കസീറൻ, കുറച്ച് ചെറിയ പരിക്കുണ്ടായി. ഹൽ ഇൻതഹത്തിൽ ഹർബ്, യുദ്ധം തീർന്നു? ഇല്ല, ഞാൻ യുദ്ധം തീർന്നു. യുദ്ധത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അപ്പോൾ അൽ ഹർബ് അൽ ഹുറൂബ് കുല്ലുഹ ഗൈറു ഹസന, യുദ്ധം മുഴുവൻ മോശമാണ്. അപ്പോൾ ഞാൻ നദഹമ്മൽ അബിരിയ മഷക്കാത്തിൻ കസീർ എർസറൽ ഹർബ്, യുദ്ധത്തിന് ശേഷം ഒരുപാട് ആളുകൾ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഹിവാർ പൂർത്തിയാക്കാം. ഓക്കെ, അടുത്ത ചോദ്യം, ഇഖ്റൽ ഫിറ വക്തുബുൽ മുഫ്രദാത്തിൽ കലിമാത്തില്ലതി തഖ്തഹ ഖത്തുൻ, ഈ വരികളുടെ എന്താണ് അടിവരയിട്ട വാക്കുകളുടെ മുഫ്രദുകൾ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ജാ അക്മിഷ, അക്മിഷയുടെ മുഫ്രദ് എന്താണ്? ഖുമാഷ്. സിയാബ്, വസ്ത്രമല്ലേ, സിയാബ് സൗബ് എന്ന് കൊടുക്കണം. പിന്നെ റഈയത്ത്, റഈയത്ത് എന്ന് ഇവിടെ വരും, റഈയത്ത് ഇവിടെ വരിക അല്ലേ, റആയ ജം ഇവിടെ വരും കേട്ടോ. പിന്നെ യൗമ് അയ്യാം, യൗമ് അയ്യാം, ഇതാണ് ഇതുപോലെയാണ് എഴുതേണ്ടത്. ഓക്കെ, റഈയത്തു റആയ എന്നാണ്, റാഇ എന്നല്ല കേട്ടോ. ഇഖ്റ തക്രീർ വാക്ബിലിൽ ബർനാമജ്, ഇവിടെ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ബർനാമജ് പൂർത്തിയാക്കാൻ, പ്രോഗ്രാം. ഇവിടെ എന്താണ്? ഇൻതഹത്ത് മുബാറയത്തു റിയാദത്തുൽ മദ്രസിയ ഫി സാഹത്തിൽ മദ്രസ, സ്കൂൾ മുറ്റത്ത് സ്പോർട്സ് മത്സരം നടന്നു. ഇഫ്തതഹ മുവല്ലഫ് ഷുർത്ത ഹഫദത്തുൽ ഖിതാബ്, സമാപന സമ്മേളനം SI പോലീസ് ഉദ്യോഗസ്ഥൻ വന്നു. വഖാമ അമീദുൽ മദ്രസ ബി തൗസീൽ ജവായിസ്, ആരാണ്? പ്രിൻസിപ്പള് സമ്മാനം വിതരണം ചെയ്തു. റഅസ നാദുൽ മദ്രസ അൽ ഹഫല, പരിപാടിക്ക് HM അധ്യക്ഷം വഹിച്ചു. കാമ റയീസ് ജമിയത്തുൽ ഔസിയ ഉൽ മുദരിസീൻ ബി ഖുതുബത്തി തഹാനി, PTA പ്രസിഡന്റ് സ്വാഗതം പറഞ്ഞു, അല്ല ആശംസ പറഞ്ഞു. ഖുതുബത്ത് തഹാനി ആശംസ. റഹബ അമീനുൽ ലജ്നത്തുൽ മുദരിസീന ബിൽ ഹഫല, എന്താണ്? സ്റ്റാഫ് സെക്രട്ടറി പരിപാടിക്ക് സ്വാഗതം പറഞ്ഞു. അദ്ദ അരീഫുൽ മദ്രസ കലിമത്ത് ശുക്ർ, സ്കൂൾ ലീഡർ നന്ദി പറഞ്ഞു. അപ്പോൾ തർഹീബ് പറഞ്ഞത് റഹബ അല്ലേ, തർഹീബ് പറഞ്ഞത് ആരാണ്? അമീനുൽ ലജ്നത്തുൽ മുദരിസീൻ
അത് നമ്മൾ ഇവിടെ ചേർക്കണം. റിയാസ അധ്യക്ഷം വഹിച്ചത് റഅസ, നാദൂർ മദ്രസയാണ് ഇവിടെ കൊടുക്കേണ്ടത്. മുവല്ലഫ് ഷുർത്ത് എന്താ ചെയ്തത്? ഇഫ്തിതാഹ് അല്ലേ, അല്ലെങ്കിൽ ഇഫ്തിതാഹ് എന്ന് പറയണം, ഇഫ്തിതാഹ്. തൗസീഉൽ ജവായിസ് സമ്മാനം വിതരണം ചെയ്തത് ആരാണ്? ഇവിടെ പറയുന്നത് തൗസീഉൽ ജവായി അമീദുൽ മദ്രസ അവിടെ കൊടുക്കണം. ഖുതുബത്ത് തഹാനി ആരാണ്? റയീസു ജമിയത്തുൽ ഔസിയായി വൽ മുദരിസീൻ ഇവിടെ എഴുതണം. അലീഫുൽ മദ്രസ എന്താ ചെയ്തത്? കലിമത്ത് ഷുക്ർ ഇവിടെ ചേർക്കണം. ഓക്കെ, സിമ്പിൾ. അടുത്തത് ഏകദേശം ഇതുപോലെ വരും കേട്ടോ. അടുത്ത ചോദ്യം, ല ഫാത്തിമ വ നാജിയ മക്കാന ഫാത്തിമ. നാജിയ ഫാത്തിമ എന്നുള്ളത് ഫാത്തിമയുടെ സ്ഥലത്ത് ഫാത്തിമ നാജിയ എന്ന് വെക്കണം. അപ്പം സെൻറ്റൻസിൽ മാറ്റം വരും. ഫാത്തിമ തദ്റുസു ഫി സഫിസ് താസിയ. ഫാത്തിമ എത്ര? 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പോൾ ഫാത്തിമ മാറ്റിയിട്ട് ഫാത്തിമ വ നാജിയ വെക്കണം. അപ്പോൾ ഫാത്തിമ വ നാജിയ തദ്റുസു എന്താകും? തദ്റുസാനി ഫി സഫിസ് സാബിയ. ഹിയ എന്താകും? ഹുമാ. തുഹിബു എന്താകും? തുഹിബാനി അൽ മദ്രസ. തദ്ഹബു എന്താകും? തദ്ഹബാനി ഇലൽ മദ്രസത്തി സബാഹൻ. തഖറഉ എന്താകും? തഖറാനി അദ്ദുറൂസ. വ തൽഅബു എന്താകും? തൽഅബാനി മഅൽ അസ്തിക. തർജിഉ എന്താകും? തർജിആനി ഇലൽ ബൈത്തി മസാഅൻ എന്ന് വരും. കണ്ടില്ലേ? ഫാത്തിമ വ നാജിയ തദ്റുസു എന്താകും? ഇവിടെ തദ്റുസാനി. ഇതുപോലെ എഴുതാം. ഓക്കെ. 17ാമത്തെ ഇഖ്റഅൽ ഫഖറ വാജിബ്. പാരഗ്രാഫ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക. എന്താണ്? അത്തുഫൂലത്തു സമനുൽ ബസാത്തത്തി വന്നഖ. കുട്ടിക്കാലം നമ്മൾ ലാളിത്യത്തിൻ്റെ ഒരു കാലഘട്ടം. അല്ല തുഫാലില്ല യഹ്തമൂന ബിൽ ഹുമൂം. കുട്ടികൾക്ക് ദുഃഖം എന്തെന്നറിയില്ല. ഹും യഈഷൂന ബിൽ ഫറഹ്. സന്തോഷത്തോടെ ജീവിക്കുന്നു. യബ്നൂന ലഖ്വാഹ തഖ്തൽ അഷ്ജാർ. മരത്തിന് കീഴെ കുടിലുകൾ ഉണ്ടാക്കും. വയുസയ്യൂനഹ ബിൽ ഔറാഖ് വൽ അസ്ഹാർ. ചെടികൾ കൊണ്ട് പൂക്കൾ കൊണ്ട് അതിനെ അലങ്കരിക്കും. വരിയാഹു തഹദിമു അക്വാഹും. കാറ്റ് അവരുടെ കുടിൽ പൊളിച്ചു കളയും. വലാക്കിൻ ലായസർഹും. പക്ഷെ അവർ നിലവിളിക്കില്ല. അപ്പം മാതാ യബിനിൽ അത്ഫാൽ. കുട്ടികൾ എന്താണ് നിർമ്മിക്കുന്നത്? അൽ അക്വാഹ് അല്ലേ, അക്വാഹ് കുടിലുകൾ. ബിമ യുസയ്യൂനുൽ അക്വാഹ്. എന്തുകൊണ്ടാണ് അവർ കൂട് അലങ്കരിക്കുന്നത്? ബിൽ ഔറാഖി വൽ അസ്ഹാർ. മാതാ തഹദിമു റിയാഹ്. കാറ്റ് എന്താണ് നശിപ്പിക്കുന്നത്? അക്വാഹും അവരുടെ കുടിലുകൾ. അടുത്തത് ലാഹിദുൽ നഖാദ് വായിദ് മുദക്കിറാനിൽ ലുഗൽ അറബിയ. ഇവിടെ ഒരു പാരഗ്രാഫ് ഇതിനെക്കുറിച്ചിട്ട് മുദക്കിർ തയ്യാറാക്കണം. എന്താണ്? അറബി ഭാഷയെക്കുറിച്ചൊരു പാരഗ്രാഫ് തയ്യാറാക്കണം. അതെങ്ങനെ തയ്യാറാക്കാം? മിനൽ ഉസ്റത്ത് സാമിയ. അപ്പോൾ അൽ ലുഗൽ അറബിയ മിനൽ ഉസ്റത്ത് സാമിയ എന്ന് പറയാം. ഒന്നാമത്തെ സെൻറ്റൻസ്. ഹിയ ലുഗത്തുൻ ഹയ്യ വ ലുഗത്തുൻ ജമീല വ ലുഗത്തുൽ ഖുർആനി വൽ ഹദീസ്. ഒരു വാ ചേർത്താൽ മതി. ലഹു അസ്വാത്തുൻ ജസാബ. ലഹു എന്ന് ചേർക്കാതെ. പിന്നെ വഹിയ ലുഗത്തുൻ ആലമിയ വ ലുഗത്തുൽ ലാദ്. വഫീഹ കലിമാത്തുൻ കസീറ. അങ്ങനെ സിമ്പിളായിട്ട് എഴുതാം. ഇനി വിശാലമായിട്ട് എങ്ങനെ എഴുതാം? ഇതെങ്ങനെ എഴുതാം? അൽ ലുഗൽ അറബിയ ലുഗത്തുൻ ആലമിയത്തുൻ ജമീല മിനൽ ഉസ്റത്തിൽ അസാമിയ വഹിയ ലുഗത്തുൽ ഖുർആനി വൽ ഹദീസ് വഹിയ ലുഗത്തുൽ ജന്ന വഹിയ ലുഗത്തുൻ ഹയ്യ വ ലുഗത്തുൻ മുഖററത്തുൻ ലദൽ ഹയ്യൽ ഉമ്മുൽ മുത്തഹിദ വഫീഹ കലിമാത്തുൻ കസീറ വ അസ്വാത്തുൻ ജദാബ വഹിയ തുഅറഫ് ബി ലുഗത്തുൽ ലാദ്. അറബി ലുഗത്തുൽ ലാദ് എന്നറിയപ്പെടുന്നു. ഇദാ കാനത്ത് ലദൈക മലക്കത്തുൻ ഫിൽ ലുഗൽ അറബിയ തുഫ്തഹു അമാമക അബ്വാബ് വളായിഫിൻ കസീറ. നിങ്ങൾക്ക് അറബി ഭാഷയിൽ കഴിവുണ്ടെങ്കിൽ ധാരാളം ജോലികൾ ഉണ്ട്. ഫി മജാലി തർബിയ തർജ്ജമ ട്രാൻസ്ലേഷൻ വഫിൽ മുസ്തഷ്ഫിയ ആശുപത്രി വഫി തിജാറ കൊമേഴ്സ് വഫി ടെക്നോളജിയിൽ വഫി ഷെരിക്കാത്തിൽ ആലമിയ ലോക കമ്പനികളിൽ. ഓക്കെ, അങ്ങനെ എഴുതാം. പിന്നെ അടുത്തത് ഇഖ്റ തർജ്ജമ വാക്കുമിലിൽ ബയാനാത്തു ഷഖ്സിയ. താഴെയുള്ള ഇതിൽ ബയാനാത്തു ഷഖ്സിയ തയ്യാറാക്കാനാണ്. ആരുടെ? ദക്തൂർ മൻമോഹൻ സിംഗ് റയീസുൽ വുജറായിൽ ഹിന്ദി അസാബി. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയാണ്. വുലിദ അൽഫുമത്തിസമിയത്തും വസാനി വസലാസീൻ സ്നേൻ വസലാസീൻ 1932 ജനിച്ചു. പഞ്ചാബിൽ. വാലിദുഹു ഗുർമുഖ് സിംഗ്. നാല ദക്തൂറ മിൻ ജാമിയത്ത് ഓക്സ്ഫോർഡിൽ നിന്ന് ഡോക്ടറേറ്റ് കിട്ടി. ഫിൽ ഉലൂമുൽ ഇഖ്തിസാദിയ. ഏതിൽ? എന്താണ്? ബിസിനസ്സിൽ. സാറ റയീസുൽ വുസറായിൽ ഹിന്ദി സനത്ത 2004. 2004 അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി.
ലഹു ദൗറുൻ കബീറുൻ ഫി തഖദ്ദുമിൽ ഹിന്ദുൽ ഹദീസ, പുതിയ ഇന്ത്യയിൽ അദ്ദേഹത്തിൻ്റെ വിജയനത്തിൽ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ട്. തുഫിയ അൽഫും വ അൽഫൈൻ വ അർബം വൈഷ് 2024 മരിച്ചു ഡൽഹിയിൽ. അദ്ദേഹത്തിന് ജായിസത്തു പത്മവിഭൂഷൺ കിട്ടിയിട്ടുണ്ട് 1900 എപ്പോൾ 88 അല്ല 87. അപ്പോൾ ഇസ്മുൽ കാമിൽ എന്താ മുഴുവൻ പേര്? അദ്ദക്കൂർ മൻമോഹൻ സിംഗ് എന്നാണ് ഇവിടെ ചേർക്കേണ്ടത്. ഇസ്മുൽ വാലിദ്, ഉമ്മയുടെ പാപ്പയുടെ പേര് വാലിദ് ഗുർമുഖ് സിംഗ് എന്ന് കൊടുക്കാം. പിന്നെ ഈ 1932 എന്താണ്? താരീഖുൽ മീലാദ് അല്ലേ? താരീഖുൽ മീലാദ് ജനിച്ച ഡേറ്റ് ഓഫ് ബർത്ത്. മക്കാനുൽ മീലാദ് ജനിച്ച സ്ഥലം എവിടെയാണ്? പഞ്ചാബ്. പഞ്ചാബ് ഇവിടെ ചേർക്കണം. മൻസിബ് അദ്ദേഹം സ്ഥാനം എന്താണ്? റയീസുൽ ഉസറായിൽ ഹിന്ദി, ഇന്ത്യയുടെ പ്രസിഡന്റ്, അസാബിക് മുൻ പ്രസിഡന്റ്. ജായിസ സമ്മാനം എന്താണ്? പത്മവിഭൂഷൺ എന്ന് എഴുതണം. ആമുൽ വഫാത്സ്, ആമുൽ വഫാത്സ് മരിച്ച വർഷം 2024 എന്ന് കൊടുക്കും. ഓക്കെ. പിന്നെ ഇവിടെ ആമുൽ മീലാദ് എന്ന് കൊടുത്താലും മതി കേട്ടോ. താരീഖുൽ മീലാദ് അല്ലെങ്കിൽ ആമുൽ മീലാദ്സ്. പിന്നെ ന്യൂഡൽഹി എന്ന് പറഞ്ഞാൽ മക്കാനുൽ വഫാത്സ്, മക്കാനുൽ വഫാത്സ്. അടുത്ത 20ാമത്തെ എന്താണ്? ഉക്തു ബയാനൻ അൻ അഹ്വാലിൽ ഉമ്മി ഫി ഖിസ്സത്തി ഇൻകതത്തിൽ കഹുർബ. ഇൻകതത്തിൽ കഹുർബ എന്ന ആ പാഠത്തിലെ ഉമ്മയുടെ അവസ്ഥയെക്കുറിച്ച് ഒരു ബയാന് തയ്യാറാക്കാൻ. എസ്തൈഖ്ലു എന്താണ്? എണീക്കുന്നു. തബ്ദഉ അഅമാലഹ വർക്ക് തുടങ്ങുന്നു. തത്ബഖു ത്വആം ഫുഡ് റെഡിയാക്കുന്നു. തുനല്ലിഫുൽ ബൈത്ത് വീട് വൃത്തിയാക്കുന്നു. തഗ്സിലുൽ അവാനി പാത്രം കഴുകുന്നു. അർബ അബിന 4 മക്കൾ. ലാ യുസായിദൂനൽ ഉമ്മയെ സഹായിക്കുന്നില്ല. യുക്കിബൂന അല ഷാഷ അവരെപ്പോഴും സ്ക്രീനിൻ്റെ മുമ്പിലാണ്. അപ്പോൾ ഇത് വെച്ച് എങ്ങനെ ഉണ്ടാക്കാം? ഒരു മോഡല് ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം അല്ലേ? അൽ ഉമ്മു തസ്തൈഖുദു മുബക്കിറ, ഉമ്മ നേരത്തെ എണീക്കും. വ തബ്ദഉ അഅമാലഹ വർക്ക് തുടങ്ങും. മുന്ദു സബ രാവിലെ മുതൽ. വ തത്ബഉ ത്വഹാമ ഷഹി ടേസ്റ്റി ഫുഡ് ഉണ്ടാക്കും. വ തുനല്ലിഫുൽ ബൈത ജയ്യിദൻ വീട് വൃത്തിയാക്കും. വ തഗ്സിലുൽ അവാനി എന്താണ് പാത്രമൊക്കെ കഴുകും. വലഹ അർബഅത്തു അബ്ന പക്ഷെ 4 മക്കളുണ്ട്. ബൽ ലാ യുസായിദൂനൽ പക്ഷെ അവർ ഉമ്മയെ സഹായിക്കുന്നില്ല. ഫിൽ അഅമാൽ വർക്കിൽ. വഹും യഹ്ബൂന അല ഷാഷ അവരെപ്പോഴും സ്ക്രീനിൽ തലയും കുത്തിയിരിക്കുകയാണ്. വയലഅബൂന അൽആബൽ മുഖ്തലിഫ വ്യത്യസ്ത കളികൾ കളിക്കുകയാണ്. വയുദർദിശൂന ഫിഹ മഅൽ അസ്തിയ കൂട്ടുകാരോട് ചാറ്റ് ചെയ്യാണ്. വഹും ലാ യഫ്തമൂന അല അൽ അഅമാൽ ഫിൽ ബൈത്ത് വീട്ടിലെ ജോലിയിൽ അവർ ശ്രദ്ധിക്കുന്നില്ല എന്നെഴുതാം. ഓക്കെ. അടുത്ത ഇഖ്റഅൽ ഫിഖറ വൻഷ മിൻഹ അർബഅത്ത് അസ്ഇല. പാരഗ്രാഫ് വായിച്ച് 4 ചോദ്യങ്ങൾ ഉണ്ടാക്കുക. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സാനിൽ ഖുലഫാഉർ റാഷിദീൻ. ഉമർ റളിയല്ലാഹു അൻഹു 2ാമത്തെ ഖലീഫയാണ്. ബുലിദ ബി മക്കത്തിൽ മുക്കറമ മക്കയിൽ ജനിച്ചു ഹിജറയ്ക്ക് 40 വർഷം മുമ്പ്. ഇസ്തഹറ ബിൽ അദ്ൽ വൽ ഇൻസാഫ് നീതിയിൽ അദ്ദേഹം അറിയപ്പെട്ടു. ലിഖ്ബ ബിൽ ഫാറൂഖ് അദ്ദേഹം ഫാറൂഖ് എന്ന് വിളിച്ചു. ഫാറൂഖ് എന്ന് വിളിക്കപ്പെട്ടു. തവല്ലൽ ഖിലാഫത്ത സനത്ത 13 ഹിജ്റ 13 അദ്ദേഹം ഖിലാഫത്ത് ഏറ്റെടുത്തു. ഖലാ ഹയാതഹു ഖാദിമൽ ലിന്നാസ് ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ജീവൻ ചെലവഴിച്ചു. തൂഫിയ ഉമർ സനത്ത 23 ഹിജ്റ മരിച്ചു. ഓക്കെ. അപ്പോൾ എന്താണ്? മൻ വെച്ചൊരു ചോദ്യം. മൻ ഉമർ ഇബ്നുൽ ഖത്താബ് 1ാമത്തെ ചോദ്യമായി. മൻ ഉമർ ഇബ്നുൽ ഖത്താബ്. മത്താന്ന് ചോദിക്കുമ്പോൾ മത്താ ഉലിദ ഉമർ ഇബ്നുൽ ഖത്താബ്. 3ാമത്തെ ചോദ്യം ഐന ഉലിദ ഉമർ ഇബ്നുൽ ഖത്താബ്. 3ാമത്തെ ചോദ്യം കൈഫ ഇഷ്തഹറ ഉമർ ഇബ്നുൽ ഖത്താബ്. കൈഫ ഇഷ്തഹറ ഉമർ ഇബ്നുൽ ഖത്താബ്. അപ്പോൾ ഇഷ്തഹറ ബിൽ അദ്ൽ എന്നാണ് ഉത്തരം വരിക. മാ എന്ന് വെച്ചാൽ എന്ത് എന്നാണ്. അപ്പം മാ ലഖബു ഉമർ റളിയല്ലാഹു മാ ലഖബുഹു അദ്ദേഹത്തിൻ്റെ വിളിപ്പേരെന്താണ് എന്ന് കൊടുക്കാം. ഇതുപോലെ മാ ലഖബുഹു ഇതുപോലെ ഉത്തരങ്ങൾ ചെയ്യാം. ഇതേതുപോലെ മൻഹു ഉമർ ബിൽ മത്താബുലിദ അനബുലിദ കൈഫ ഖലാ ഹയാതഹു ഇങ്ങനെയും ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.